ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അതൊക്കെ അങ്ങയെപ്പോലുള്ള സ്വാമിമാർക്കേ പറ്റുള്ളൂ. അതാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചത്. സ്വാമിമാർക്ക് പറ്റുന്നതല്ല, ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും പറ്റുന്നതാ. ഒരുപക്ഷെ നിങ്ങൾക്കത് പുതുമ തോന്നിയേക്കാം. ഇവിടെ വരുന്ന ഏത് അറിവുള്ളവനും അറിവില്ലാത്തവനും എല്ലാവർക്കും കരസ്ഥമാകും. അതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള മഹാചാര്യന്മാരെ നോക്കിയാൽ കാണാം. ഏറ്റവും താഴ്ന്ന കുലങ്ങളിൽ ഒന്നും അറിയാത്ത കുടുംബങ്ങളിൽ ജനിച്ചു അവരൊക്കെ മഹാസിദ്ധന്മാരായി, യോഗീശ്വരന്മാരായി, തപസ്വികളായി. അവിടെ മാർഗങ്ങളാണ് നമ്മളത് ഒന്നും അറിയാത്ത. പിന്നെ നാം എന്തിനു പഠിക്കുന്നു? അപ്പം നമ്മൾ ഇനിയുള്ള കോലത്ത് ജീവിക്കണമെങ്കിൽ ആ ഊർധ്വലോകത്തിൽ വരുന്ന അല്പപ്രവിയും അതോ ലോകത്തിലുള്ള ഇങ്ങോട്ട് ബന്ധിച്ച് മനുഷ്യലോകം പോഷിക്കേണ്ട സമയം വന്നിരിക്കുക. അതിനുവേണ്ടി കാലം നമ്മളോട് ഒരുക്കിയിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിച്ച ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പഠിച്ച അറിവിൽ കൊണ്ട് ചേർത്തരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇത് പഠിച്ചറിവല്ല, ഇത് കാലത്തിൻ്റെ വാക്കുകളാണ്. നമ്മൾ കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാ. ആ വാക്കുകളെ ശ്രമിക്കുക. അതാണ് മഹാചാര്യന്മാർ വന്ന ധർമ്മ അനുശാസനം, ധർമ്മശാസ്ത്ര. ധർമ്മത്തിന് ശാസനം ചെയ്തോളയണം എന്ന് കൽപ്പിക്കുന്നവരാണ് ധർമ്മത്തിൻ്റെ. അതാണ് ധർമ്മശാസ്ത്ര എന്ന് പേര്. ബുദ്ധന് ധർമ്മശാസ്ത്ര എന്ന് പേര് വരാൻ കാരണം എന്താ? ലോകരോട് നോക്കി പറയുന്നു, ധർമ്മത്തെ നീ ആചരിച്ചോളയണം. അതാണ് ശാസനം ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് അവർക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് കേട്ടുപോയാൽ പോരാ, അത് ജീവിതത്തിൽ പകർത്തിയിരിക്കണം. അതുപോലെ കാലത്താൽ നിയോഗിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ കാലത്താൽ പ്രചോദിപ്പിക്കുന്ന വചനങ്ങൾ മക്കളെ നിങ്ങൾ സ്വീകരിച്ചോളയണം. കാരണം അത് ലോകത്തിന്, നമ്മുടെ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, തലമുറകളുടെ, നമ്മുടെ നാട്ടിൻ്റെ ആവശ്യമാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിലും അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ സന്ദർഭം വളരെ വിലപിടിച്ചതാണ്. കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ട് മാനവൻ മധ്യത്തിൽ നിൽക്കുകയാണ്. ഊർധ്വമണ്ഡലങ്ങളിൽ നിന്നും അധോമണ്ഡലങ്ങളിൽ നിന്നും മധ്യത്തിനാണ് മാനവലോകം. ഈ മാനവലോകത്തിനെ ബന്ധിപ്പിക്കുന്ന ചാനലുകളാണിത്. ആ പ്രകാശത്തെയും തമസിൻ്റെ ശക്തിയെയും കൂടി സമ്മേളിച്ച് മനുഷ്യൻ്റെ ബോധം വികസിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രാർത്ഥന. നിങ്ങൾ മനസ്സാൽ ആദരവോടുകൂടി ഭക്തിയോടുകൂടി ഈ സങ്കല്പങ്ങൾ സത്യമാക്കി തീർക്കണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ ഇനി കലരാം.